ഓം ശാന്തി. ആത്മസ്മൃതിയിലിരുന്ന് പരമാത്മാ ശിവബാബയെ ഞാൻ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. എൻ്റെ ബുദ്ധിയോഗം ഒരു പരമധാമ നിവാസി ശിവബാബയോട് ചേർത്തിരിക്കുന്നു. പ്രിയ ബാബ, അങ്ങ് പാരലൗകിക പരംപിതാവാണ്. മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. സത്യമാണ്, ചൈതന്യമാണ്, ആനന്ദസാഗരമാണ്, ജ്ഞാനസാഗരമാണ്, പവിത്രതയുടെ സാഗരമാണ്. അതിമധുരമായ ബാബ, അങ്ങ് അനാദിയാണ്, അവിനാശിയാണ്, പരിധിയില്ലാത്തതാണ്. ബാബ വ്യാപാരിയാണ്. എന്നിലെ പഴയതെല്ലാം എടുത്ത് പകരം പുതിയത് നൽകുന്നു. ജാലവിദ്യക്കാരനാണ് ബാബ. മുഴുവൻ ലോകത്തെയും പതിതത്തിൽ നിന്ന് പാവനമാക്കുന്നു, നരകത്തെ സ്വർഗമാക്കുന്നു. ഇത് ഈശ്വരീയ ജാലവിദ്യയാണ്. ആത്മാക്കളെ പവിത്രമാക്കുന്നു. രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. വേൾഡ് ഓൾമൈറ്റി അതോറിറ്റി ബാബ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അഖണ്ഡ രാജ്യത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു, സ്വർഗം രചിക്കുന്നു. രാജപദവി ഞങ്ങൾക്ക് നൽകി സ്വയം മുക്തിധാമത്തിലിരിക്കുന്നു. ബാബ സർവർക്കും സദാ നൽകുന്ന ദാതാവാണ്. അളവറ്റ ഖജാന നൽകുന്ന ഭോലാനാഥനാണ്. പ്രാണനിലും പ്രാണനായ ബാബയോട് ബുദ്ധിയോഗം വെച്ച് ഞാൻ നിരന്തരം ആത്മീയ യാത്ര ചെയ്യുന്നു. ഞാൻ ആത്മീയ യാത്ര ചെയ്ത് പാവനമാകുന്നു. ആത്മീയ സേവനത്തിന് യോഗ്യനാവുന്നു. ഞാൻ ദേഹി അഭിമാനിയായി ആത്മീയ യാത്ര ചെയ്യുന്നു, മറ്റുള്ളവരെ ചെയ്യിപ്പിക്കുന്നു. സത്യയുഗത്തിൽ ഞാൻ സത്യമായ സമ്പാദ്യം ചെയ്യുന്നു. ജ്ഞാനം കേൾക്കുക, കേൾപ്പിക്കുക, ഓർമ്മിക്കുക, ഓർമ്മിപ്പിക്കുക, ഇതാണ് സത്യമായ സമ്പാദ്യം. ഈ സമ്പാദ്യം കൽപ്പം മുഴുവൻ കൂടെ വരും. എൻ്റെ ഈ ജീവിതം അമൂല്യമാണ്. ഈശ്വരീയ മതത്തിലൂടെ ഞാൻ മുഴുവൻ സൃഷ്ടിയുടെയും ആദി മധ്യ അന്ത്യത്തെ അറിഞ്ഞു. എത്രത്തോളം ഓർമ്മയിലിരിക്കുന്നുവോ അത്രയും ഞാൻ പവിത്രമായി മാറുന്നു. യോഗത്തിലൂടെ മാത്രമേ വികർമ്മം വിനാശമാവുകയുള്ളൂ. യോഗം ചെയ്യുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ ധാരണയും നന്നായി ഉണ്ടാകും. ബാബയുടെ ഓർമ്മയാണ് മുഖ്യമായത്. ഇതിൽ മായ വിഘ്നമുണ്ടാക്കുന്നു. ഞാൻ എൻ്റെ മധുരമായ ശിവബാബയെ ഓർമ്മിക്കുന്നു. ഉയർന്നതിലും ഉയർന്ന ബാബയാണ്. ശ്രേഷ്ഠരിലും ശ്രേഷ്ഠ ഭഗവാനാണ്. എന്നെ അമരപുരിയുടെ അധികാരിയാക്കുന്നു. ബാബയെ ഞാൻ വളരെ നന്നായി ഓർമ്മിക്കുന്നു. അല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഓർമ്മ വരും. ഞാൻ എത്രത്തോളം സാധിക്കുന്നുവോ സത്യമായ സമ്പാദ്യത്തിൽ
മുഴുകിയിരിക്കുന്നു. നിരോഗിയായി മാറുന്നതിനു വേണ്ടി ഓർമ്മയിൽ ഉറച്ചിരിക്കണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ശരീരത്തെ ഈശ്വരീയ സേവനത്തിനു വേണ്ടി സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണെന്ന് മനസ്സിലാക്കി കാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന നഷ്ടമോഹിയാകുന്നു. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ആത്മീയതയുണ്ടാകുന്നു. തൻ്റേതെന്ന മമത്വമുണ്ടാകില്ല. നിരന്തര യോഗി നഷ്ടമോഹിയാകാനുള്ള സഹജമായ ഉപായം ഇതാണ്. അതിനാൽ ആത്മീയതയുടെ സ്ഥിതിയെ പ്രത്യക്ഷമാക്കുന്നു. വാനപ്രസ്ഥത്തിലേക്ക് പോകണമെങ്കിൽ ദൃഷ്ടി വൃത്തിയിൽ പോലും പവിത്രതയ്ക്ക് അടിവരയിടണം. ഓം ശാന്തി.